വരുന്ന ഒരു സംശയമാണ്, ഞാൻ ഒരുപാട് തെറ്റുകൾ ചെയ്യുന്നു, പാപങ്ങൾ ചെയ്യുന്നു, തൗബ എങ്ങനെയാണ് ചെയ്യേണ്ടത്, ഏത് സമയത്താണ് ചെയ്യേണ്ടത്, അല്ലെങ്കിൽ എനിക്ക് നന്നാവാൻ എന്ത് ചെയ്യണം? ഞാൻ ഇപ്പോൾ ഒരുപാട് നിസ്കാരം കഥാക്കുന്നുണ്ട്, ഹറാമുകൾ ചെയ്യുന്നുണ്ട്, എനിക്കൊന്ന് നന്നാവാനുള്ള അല്ലെങ്കിൽ അതിനുള്ള മാർഗം എന്താണെന്ന് പലരും ചോദിക്കുന്നുണ്ട്. അപ്പോൾ അവരോട് പറഞ്ഞത്, നിങ്ങൾ ഒരു ഖബറിനകത്ത് പോയി നിൽക്കുക കുറച്ചു നേരം, ഒരു 5 മിനിറ്റ്. ഇപ്പോൾ ഇവിടെ ഗൾഫിലാണെങ്കിൽ ഇൻഡസ്ട്രിയൽ ഏരിയയിലൊക്കെ ഖബർസ്ഥാൻ എന്ന് പറഞ്ഞിട്ട് ഒരുപാട് വലിയ ഖബർസ്ഥാൻ ഉണ്ടാവും. അവിടെയാണ് അറബികളെയും കോടീശ്വരന്മാരെയും ഇവിടെ മരിച്ചവരൊക്കെ അടക്കുന്നത്. അവിടെ നമുക്കറിയാൻ പറ്റില്ല ഇതാരാണ്, ഇത് മുതലാളി അറബിയാണോ, ഇത് മലയാളിയാണോ ഒന്നും അറിയില്ല. എല്ലാവരും ഒരൊറ്റ ശ്മശാനത്തിൽ അവിടെ ഒരു പോയി നിന്നിട്ട് നിങ്ങൾ ആ ഖബറാളികളോടൊന്ന് ചോദിച്ച് നോക്കാം, ഈ ഖബറാളികൾക്ക് എന്തായിരിക്കും ആഗ്രഹം എന്താണ്, നിങ്ങൾ അവിടെ എന്തിങ്ങനെ തിങ്ക് ചെയ്യുക. അപ്പൊ ആ ഖബറാളികൾ ദുനിയാവിൽ ജീവിക്കുന്ന ആൾക്കാരോട് പറയാനുണ്ടാവുക, എനിക്ക് ഒരൊറ്റ ദിവസം ഈ ദുനിയാവിൽ എനിക്ക് ആയുസ് നൽകിയാൽ മതി. ഒരു ദിവസം അല്ലാഹുവേ എനിക്ക് ആയുസ് നൽകിയാൽ ഞാൻ നിസ്കരിച്ചോളാം, സദക്ക കൊടുത്തോളാം. അങ്ങനെ അഥവാ അള്ളാഹു ഒരു ദിവസം അയാൾക്ക് കൊടുത്തിരുന്നെങ്കിൽ അയാൾ പള്ളിയിൽ നിന്ന് പുറത്തിറങ്ങില്ല, അതുപോലെ സുജൂദിൽ നിന്ന് അയാൾ തലയെടുക്കില്ല, അയാൾ എല്ലാ സ്വത്തുക്കളും അയാൾ സദക്ക കൊടുക്കും, വേറെ ഒന്നും അയാൾ ചെയ്യില്ല. ആ ഒരു മണിക്കൂർ കൊണ്ട്, ഒരു മണിക്കൂർ അല്ല, ഒരു ദിവസം സെക്കൻഡ് പോലും അള്ളാഹു മരിച്ച ശേഷം ഖബറാളികൾക്ക് കൊടുക്കില്ല. പക്ഷേ നിങ്ങൾ അവിടെ നിന്ന നിങ്ങൾക്ക് അൽഹംദുലില്ലാഹ്, നിങ്ങൾക്ക് ഇനിയും തൗബ ചെയ്യാനും അള്ളാഹുവിലേക്ക് മടങ്ങാനും അവസരമുണ്ട്. നിങ്ങൾ ഭാഗ്യം ചെയ്തവരാണ്. കാരണം തൊണ്ടക്കുഴിയിൽ റൂഹ് എത്തുന്നത് വരെ നിങ്ങൾക്ക് അവസരമുണ്ട്. ഇവിടെ വാതിൽ തുറന്നിട്ടാണ്. അപ്പോൾ നിങ്ങൾക്ക് ഇന്ന് തൗബ ചെയ്ത നാളെ നിങ്ങൾ മരിക്കുന്നെങ്കിലും, ഇന്ന് നിങ്ങൾ തൗബ ചെയ്യുന്നെങ്കിൽ ഇന്ന് വരെ ചെയ്ത എല്ലാ പാപങ്ങളും അള്ളാഹു തരും. എന്ന് മാത്രമല്ല, ആ പാപങ്ങളൊക്കെ അള്ളാഹു നന്മകളാക്കി. തൗബ എങ്ങനെ ചെയ്യേണ്ടത്? തൗബ വേറെ ഒന്നുമില്ല. നിങ്ങൾ എന്താണോ നിങ്ങൾ ചെയ്തുകൊണ്ടിരിക്കുന്നത് അതിന് അള്ളാഹുവിനോട് ഏറ്റുപറയാം, പറ്റിപ്പോയി അള്ളാഹുവെ, ഞാൻ ഇങ്ങനെ ചെയ്തു പോയി, ഞാൻ അങ്ങനെ ചെയ്തു പോയി, എനിക്ക് പുറത്തു തരണമേ അള്ളാഹുവെ. നിങ്ങൾ അള്ളാഹുവിനോട് രാത്രി തഹജ്ജുദിന്റെ സമയത്ത് എല്ലാവരും ഉറങ്ങിയ സമയത്ത് എണീക്കുക, ഒരു 3 മണിക്കോ 4 മണിക്കോ എണീറ്റ് അള്ളാഹുവിനോട് ഏറ്റുപറയും. നിങ്ങൾ ചെയ്യാനും പാടില്ല. അതാണ് തൗബ. അങ്ങനെ ചെയ്യുന്നില്ല, ദൃഢനിശ്ചയം എടുത്ത് നിങ്ങൾ നിസ്കരിക്കാൻ ഖുർആൻ ഓതാൻ തുടങ്ങുക, നിങ്ങൾ സദക്ക കൊടുക്കുക. അങ്ങനെ ചെയ്താൽ പിറ്റേ ദിവസം നിങ്ങൾ മരിച്ചാൽ, അല്ലെങ്കിൽ ഒരാഴ്ച കഴിഞ്ഞ് മരിച്ചാൽ, നിങ്ങൾക്ക് ധൈര്യമായിട്ട് അള്ളാഹുവിനെ കണ്ടുമുട്ടാം. നിങ്ങൾ ഭയപ്പെടണം. നിങ്ങൾ ഇതേ രീതിയിലാണ് ജീവിച്ചു പോകും. നാളെയോ മറ്റന്നാളോ മരിച്ചു കഴിഞ്ഞാൽ നിങ്ങളുടെ അവസ്ഥ വല്ലാത്തൊരു നിസ്കാരമൊക്കെ ഒഴിവാക്കി മരിക്കും. നിങ്ങളുടെ മയ്യത്ത് ഇങ്ങനെ കൊണ്ടുപോകുമ്പോൾ നിങ്ങളുടെ അട്ടഹാസങ്ങൾ, എന്നെ കൊണ്ടുപോകരുതേ എന്ന് പൊട്ടിക്കരഞ്ഞു രംഗമൊക്കെ ഓർപ്പോയി കിടന്നാൽ നിങ്ങൾ തിരിച്ചു ഇങ്ങനെ ഖബറാളികളുടെ അവസ്ഥ എന്താ? ഒരാൾ നടുക്കടൽ മുങ്ങിത്താവുന്ന ഒരാൾ കൈ നീട്ടുന്ന അവനെ പോലെയാണ് ഖബറാളികളുടെ അവസ്ഥ. അവർ എന്തെങ്കിലും ഒരു തുമ്പ് കിട്ടാൻ വേണ്ടി കൈ പൊക്കിയിരിക്കുമല്ലേ, അത് കിട്ടിയാൽ അവർ പൊങ്ങി വരും. അതേപോലെയാണ് ഖബറാളികളുടെ അവസ്ഥ എന്ന് റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങൾ. ആർക്കെങ്കിലും ഒരു പ്രാർത്ഥന അല്ലെങ്കിൽ ആരെങ്കിലും എന്നും ചെയ്യുന്നു ഇങ്ങനെ കാക്കുമെന്ന് പറഞ്ഞത് അങ്ങനെയാണ്. നമ്മൾ അള്ളാഹു സൃഷ്ടിച്ചത് നമ്മൾ സൽക്കർമ്മങ്ങൾ ചെയ്യാൻ, നാളെ പരലോകത്തിലേക്ക് അധ്വാനിക്കാൻ. ദുനിയാവിന്റെ പിറകെ ഇങ്ങനെ ഓടി നടന്ന് നിങ്ങൾ എത്ര ഓടി നടന്ന് അള്ളാഹുവിനെ മറന്ന് എത്ര പൈസ ഉണ്ടാക്കിയാലും അള്ളാഹു കണക്കാക്കിയതല്ലാതെ ഒരു ദിർഹം നിങ്ങൾക്ക് അധികം കിട്ടും. നിങ്ങൾ ദുനിയാവ് മാത്രം ലക്ഷ്യമാക്കി ജീവിച്ചാൽ നിങ്ങൾക്ക് പരലോകം കിട്ടില്ല, ദുനിയാവും കിട്ടും. നിങ്ങൾക്ക് ദുനിയാവിൽ കിട്ടുന്നത് നിങ്ങൾക്ക് തികയാതെ വരും. ദാരിദ്ര്യർ എന്ന് പറയുന്നത് പൈസ ഇല്ലാത്തവൻ, ഉണ്ടായിട്ടും തികയാത്തവനാണ് ദരിദ്രൻ. എത്ര ആൾക്കാരുണ്ട് കോടീശ്വരന്മാർ, ഒരു പള്ളിക്ക് പോകുന്നില്ല, ഖുർആൻ ഓതുന്നില്ല, അതിനൊന്നും സമയം കിട്ടുന്നില്ല. പണം ഉണ്ടാക്കുക, പിന്നെയും പണം ഉണ്ടാക്കുക, പാർട്ട് ടൈമിൽ പിന്നെയും പണം ഉണ്ടാക്കുക, ഒരു വക്ത് കറക്റ്റായി നിസ്കരിക്കുന്നില്ല, ഖുർആൻ ഓതുന്നില്ല. പക്ഷേ ഒന്നും അധ്വാനിക്കുന്നു, കുറച്ചേ അധ്വാനിക്കുന്നുള്ളൂ, ചെറിയ ജോലിയേ ഉള്ളൂ, ചെറിയ സമ്പാദ്യമുള്ളൂ. പക്ഷെ അവന് നിസ്കരിക്കാൻ ഒരുപാട് സമയം കിട്ടുന്നു, ഖുർആൻ ഓതാൻ ഒരുപാട് സമയം, ദിക്റെല്ലാം ഒരുപാട്. ഇവനാണ് ആക്ച്വലി കോടീശ്വരൻ എന്ന് പറയുന്നത്. ഇവൻ ദരിദ്രനാണ്. ഉള്ളത് തികയാത്തവനാണ് ദരിദ്രൻ. ഉള്ളത് കൊണ്ട് സംതൃപ്തിപ്പെടാൻ കഴിയുന്നവനാണ് കോടീശ്വരൻ. അപ്പൊ നമ്മൾ ദുനിയാവിന്റെ പിറകെ പോകണ്ട. നമ്മൾ തിന്നാൻ വേണ്ടി ജീവിക്കുന്ന ഒരവസ്ഥ വരുന്നത്. ജീവിക്കാൻ വേണ്ടി കുറച്ച് തിന്നണ്ടേ, അതിന് മാത്രം ഇത് കൊടുത്താൽ മതി. പിന്നെ കൂടുതൽ പരലോകത്തിന് നിങ്ങളുടെ ജോലി കൊണ്ട് നിങ്ങൾക്ക് നിസ്കരിക്കാൻ സമയം കിട്ടും, നിങ്ങളുടെ ജോലി കൊണ്ട് ജമാഅത്തിന് പോകാൻ സമയം കിട്ടുന്നു, നിങ്ങളുടെ ജോലി കൊണ്ട് ഖുർആനും സിക്റും നിങ്ങൾ അള്ളാഹുവിനെ കൂടുതൽ സ്മരിക്കാൻ പറ്റുന്നുണ്ട്. ആ ജോലിയാണ് അനുഗ്രഹമായ ആ ജോലി. അതാണ് അനുഗ്രഹമാകപ്പെട്ടത്. ഒരുപാട് സാലറി കിട്ടുന്നു, പക്ഷേ നിങ്ങൾക്ക് പള്ളിയിലേക്ക് പോകാൻ ഒന്നിനും സമയം കിട്ടുന്നില്ല. വെറും ജോലി എങ്കിൽ ആ ജോലി നിങ്ങൾക്ക് അനുഗ്രഹമല്ല. ഇൻഷാ അള്ളാഹ്. അപ്പോൾ നമ്മൾ കൂടുതലും പ്രയോറിറ്റി കൊടുക്കേണ്ട പരലോകം. ഞങ്ങൾക്ക് മാപ്പ് തരില്ല എന്ന് ശൈത്താൻ നിങ്ങൾ ഇങ്ങനെ വസ്വാസാക്കിക്കൊണ്ടേ ഉണ്ടാവും. നിങ്ങൾ എത്ര മാപ്പ്, ഇപ്പൊ നിങ്ങൾ പിന്നെയും തെറ്റ് വന്ന് പിന്നെയും മാപ്പ് ചോദിക്കുക, എത്ര നിങ്ങൾക്ക് മാപ്പ് ചോദിക്കാൻ പറ്റും അത്ര ഇങ്ങനെ മാപ്പ് ചോദിച്ചു
മനുഷ്യന്മാരാണ്, തെറ്റ് വന്നുകൊണ്ടേയിരിക്കും എന്ന് കരുതി തെറ്റ് ചെയ്യാനുള്ള ലൈസൻസ് അല്ല ഇത്. ദൃഢനിശ്ചയം എടുക്കുക, തൗബ ചെയ്യുക. തൗബ ചെയ്താൽ നമ്മൾ ഏറ്റു പറഞ്ഞാൽ കുറ്റം ചെയ്യാത്തവനെ പോലെയാണെന്ന് റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം പറയും. ഇനി നീ തൗബ ചെയ്തിട്ട് കാര്യമില്ല, എത്ര തെറ്റ് ചെയ്യുന്നു, ഇനി അള്ളാഹ് പുറത്ത് ഇങ്ങനെ വസ്വാസം ഉണ്ടാക്കും. ഒരിക്കലും അതിൽ പെട്ടുപോകരുത്. അള്ളാഹ് കാരുണ്യവാനാണ്. എപ്പോഴും അള്ളാഹ് നല്ല പ്രതീക്ഷ വെച്ച് എത്ര പാപം ചെയ്താലും മരിക്കുന്ന സമയത്ത് എൻ്റെ റബ്ബ് എനിക്ക് പുറത്തു തരും എന്ന് ഒരാൾ അള്ളാഹുവിനെ നല്ലൊരു ഇതാക്കി കിടന്നാലും അള്ളാഹു അങ്ങനെയാണ്. നിങ്ങൾ എങ്ങനെയാണ് മനസ്സിൽ കരുതുന്നത് അതുപോലെയാണ്. എല്ലാ പാപങ്ങളിൽ നിന്നും കഴുകി കബറാളികളെ ഓർത്ത് നാളെ ഞാൻ മരിച്ചു പോയാൽ കബറിൽ എങ്ങനെ കിടക്കും, എൻ്റെ കയ്യിലൊന്നുമില്ല എന്ന ചിന്തയോടെ നാളെ ഞാൻ മരിച്ചാൽ, ഇപ്പൊ ഞാൻ എന്നോട് ചെന്ന് മരിച്ചാൽ എൻ്റെ അവസ്ഥ സ്വർഗത്തിലാണോ നരകത്തിലാണോ എന്നോട് ചോദിച്ചാൽ എനിക്ക് ഉറപ്പ് പറയാൻ പറ്റുന്നില്ല. നിങ്ങളോട് ഞാൻ ചോദിക്കുകയാണ്, നിങ്ങൾ നാളെ മരണപ്പെട്ടാൽ നിങ്ങൾക്ക് ഉറപ്പുണ്ടാ നിങ്ങൾക്ക് നാളെ കബറിൽ രക്ഷപ്പെടും? ഉറപ്പില്ല എന്നാണ് ആൻസർ എങ്കിൽ എന്തുകൊണ്ടാണ് ഇല്ലാത്തത്? കയ്യിലൊന്നുമില്ല, നിസ്കാരമില്ല, ഖുർആനില്ല. അപ്പൊ എന്തിനെ ഇനി വെയിറ്റ് ചെയ്യുന്നു? നമ്മൾ നിസ്കാരത്തിലേക്കും ഖുർആനിലേക്കും ദിക്റിലേക്കും കൂടുതൽ അടുക്കുക. കാരണം നാളെ മറ്റന്നാൾ മരിക്കുമെന്നൊക്കെ അതിൽ യാതൊരു സംശയമില്ല. ഇൻഷാ അല്ലാഹ് അല്ലാഹു തൗഫീഖ് നൽകട്ടെ. പെട്ടെന്നുണ്ടാകുന്ന മരണങ്ങളെ തൊട്ടും അപകട മരണങ്ങളെ തൊട്ടും അല്ലാഹു കാത്തു രക്ഷിക്കുമാറാകട്ടെ. ആമീൻ.